ഹായ് ഡിയേഴ്സ്. ഇന്ന് കുറച്ച് പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. ഞാൻ കുറേ ആയല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിങ്ങിന് പോയി. ഇവർക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കല്ലൂർ പള്ളിയിലൊക്കെ ഒന്ന് കയറി പുണ്യാളിനെയൊക്കെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് നാട്ടിൽ പോവാണ്. ഇപ്രാവശ്യം ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. 8:10 ട്രെയിനായിരുന്നു. ഈ ഓട്ടോ ചേട്ടൻ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ട്രെയിൻ കിട്ടിയ കേട്ടോ, അല്ലെങ്കിൽ കിട്ടത്തില്ലായിരുന്നു. ഇതാണ് ഞങ്ങൾ അത് സാഹസികമായിട്ട് ഓടി കയറിയിരിക്കുകയാണ് അല്ലേ പക്ഷേ എങ്ങനെയുണ്ട് ഒന്നും പറയാനില്ലാത്തത് 8:10 ട്രെയിൻ ഞങ്ങൾ 8:11 പ്ലാറ്റ്ഫോമിൽ എത്തുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആ ട്രെയിൻ കിട്ടി, അതാണ്. പിന്നെ ആ ട്രെയിനിൽ എന്നാ അലമ്പായിരുന്നെന്നറിയാവോ? അലമ്പെന്ന് വെച്ചാൽ കൂടെ ഉള്ളവർ ചിന്തിച്ചിട്ടുണ്ടാവും ഇതെന്ത് പിള്ളേരാണെന്ന്. അത്രയ്ക്ക് അലമ്പായിരുന്നു. ഓറഞ്ച് പൊളിക്കുന്നു, അതിൻ്റെ സ്റ്റിക്കർ എടുത്ത് നെറ്റിയിലൊട്ടിക്കുന്നു, എന്തൊക്കെയോ ആയിരുന്നു. ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. എന്തിനാ ചിരിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയാം. പിന്നെ ഇത് ഞങ്ങളിൽ ഒരാൾക്ക് കിട്ടിയ ഡയറി മിൽക്കാണ്. അത് പൊട്ടിച്ച് കഴിക്കലായി. ഇവളെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷുഗർ കട്ടാണ്. 1 മാസത്തോളം ഷുഗർ കട്ട് ചെയ്തുകൊണ്ട് വരുമായിരുന്നേ. പക്ഷേ ഡയറി മിൽക്ക് കണ്ടപ്പോഴത്തേക്ക് അളീൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് അത് കഴിച്ചു. ഷുഗർ കട്ട് അവളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവളത് കഴിച്ചു. ഇത് പിന്നെ വിശന്ന് തളർന്ന് ചാരിക്കിടക്കുമായിരുന്നു അവിടെ. ആദ്യത്തെ 2-3 സ്റ്റോപ്പായിരുന്നു ഞങ്ങൾക്ക് താഴെ ഇരിക്കേണ്ടി വന്നത്. പിന്നെ ഞങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, വിശാലമായിട്ടുള്ള സ്ഥലം. അങ്ങനെ ഓരോരുത്തർ ഓരോ സീറ്റിലായിട്ട് കിടക്കുകയും ഇരിക്കുകയും പാട്ട് കേൾക്കുകയും അങ്ങനെയൊക്കെ നല്ല എൻജോയ്മെൻറ്റിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടോ നാട്ടിൽ പോയത്. അങ്ങനെ കരുനാഗപ്പള്ളി എത്തിയിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് രാത്രിയിലത്തേക്കുള്ള ഫുഡ് വാങ്ങണമായിരുന്നു. വീട്ടിൽ പറയാതാണ് ചെല്ലുന്നത്. അപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡും വാങ്ങിച്ചിട്ട് സർപ്രൈസായിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ അനിയൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ആദ്യമേ ഞെട്ടി, പിന്നെ വീട്ടുകാർ മൊത്തം ഞെട്ടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ഡിയേഴ്സ്.